അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ സമൂസന്റെ പട്ടിയാണ്. സമൂസന്റെ പട്ടി ഉണ്ടാക്കാൻ രീതിയിൽ 500 വെള്ളം, 1 കിലോ മൈദക്ക് 500 വെള്ളം വേണം. 500 മില്ലിയാണ്. 500 മില്ലി ഇതിൽ എഴുതിയിട്ടുണ്ട്. 500 മില്ലി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചു. 1 ടേബിൾ സ്പൂൺ ഉപ്പ് വേണം. ഇനി മൈദയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. സമൂസന്റെ പട്ടിക്ക് നമ്മൾ കുഴച്ചിട്ട് 10-20 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും. സോഫ്റ്റായി കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമുക്ക് ബോൾ പിടിക്കാം. സമൂസേൻ്റെ പട്ടിക്കുള്ള മൈദയാണ് കുഴച്ച് വെച്ച് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ബോൾ പിടിക്കണം. അപ്പോൾ കല്ല് വലുപ്പത്തിനനുസരിച്ചിട്ടാണ് പിടിക്കേണ്ടത്. അപ്പോൾ നിലത്തിലുള്ള കല്ല് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുണ്ടാകും. അപ്പോൾ ഇത് ഞാൻ പിടിക്കുന്നത് 20 ബോളാണ്. 20 ബോൾ പിടിച്ചാൽ റെഡിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ബോൾ പിടിച്ചിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. 20 മിനിറ്റ് ഇതിന് ശേഷമാണ് നമ്മൾ സമൂസന്റെ പട്ടി ഉണ്ടാക്കുന്നത്. നമ്മൾ സമൂസന്റെ പട്ടിയുടെ മുകളിൽ ഒരു തുണി ഇട്ട് കൊടുക്കണം. തുണി ഒന്ന് നനച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്ന് പിയ്യണം. നീരിട്ടെടുത്താൽ. സമൂസ പട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ 1 കപ്പ്, ഇതൊരു കപ്പല്ല, ഇത് 2 കപ്പാണ്. എത്ര വേണമെങ്കിലും എടുക്കാം. കൂടുതൽ എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി. 2 കപ്പ് കോൺഫ്ലവർ പൗഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചിത്തില മുളക് എടുക്കുക. 2 പീസാക്കുക. ഇനി ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ചാൽ ഇതിൽ കുത്തം വരില്ല. അപ്പം ബാക്കി തന്നെ അങ്ങനെ വെച്ചാൽ ഇത് ബാക്കി ഉണ്ടാവും, ഇഷ്ടംപോലെ ബാക്കി ഉണ്ടാവും. അപ്പം പിന്നീട് നമുക്ക് സമൂസ പട്ടി ഉണ്ടാകുന്നതിന് ഉപയോഗിക്കാം. അപ്പം ഇത് 3 കൂടി നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 പീസാണ്. മൊത്തം 20-21 പീസ് ഉണ്ട്. 8 പീസ് എന്ത് ചെയ്യണം വെച്ചാൽ റൗണ്ടായിട്ട് പരത്തിടണം. അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൗഡർ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ പരത്തിയിടുക. ഒരു പൊറോട്ടന്റെ വലുപ്പത്തിൽ പരത്തിയിട്ടിട്ട് അപ്പോൾ ഒന്നെടുത്ത് വെക്കുക. ഒന്നെടുത്ത് വെച്ച് എന്ത് ചെയ്യാൻ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ വെച്ച ശേഷം ബ്രഷ് കൊണ്ട് എന്ത് ചെയ്യുക? എല്ലടി ആക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലൊന്ന് വെക്കുക. ഇനി പിന്നെ അടിക്കുക. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നേരെ തിരിച്ചിടണം. തിരിച്ചതിന് ശേഷം പിന്നെ ഒഴിക്കുക. ഇനി പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അതിനാണ് കോൺഫ്ലവറും അരിപ്പൊടിയും മൈദയും ചേർത്തത്. അപ്പോൾ പിന്നെ ഒന്നിട്ട് വെക്കുക. ഇവിടെ തിരിച്ചിടുക. ഇതിന്റെ പരിപാടി 8 എണ്ണം മേലക്ക് മേലെ വെക്കുക. ലാസ്റ്റും ഫസ്റ്റും വേണ്ട, പൊടി വേണ്ട. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി പൊടി വെക്കുക. ഒന്നിന്റെ മുകളിൽ വെച്ചാൽ ഒന്ന് റെഡി ആയിരിക്കണം. വേണ്ട. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇതാണ് സംഭവം. ഇതിന്റെ മേലെ താഴെ എണ്ണയില്ല. ഇവിടെ ഇപ്പൊ കുറച്ച് എണ്ണ താഴെ ചെന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണോ? ഈ എണ്ണ ഇവിടെ നിന്ന് ഒഴിവാക്കണം.
കൈ കൊണ്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഒരുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിനെ കൊണ്ട് റോൾ കൊണ്ട് പരത്താൻ പാടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ കല്ലിന് കണക്കായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ കല്ല് ഏതാണോ ഉള്ളത് അതിന് കണക്കായിട്ട് പരത്തിയാൽ മതി. അപ്പോൾ പരത്തുന്ന സമയത്ത് മാത്രം കുറച്ച് പൊടി മേലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് കല്ല്. ഈ കല്ലാണെങ്കിൽ 20 എണ്ണം പിടിച്ചാൽ മതി. അല്ലെങ്കിൽ ചെറിയ കല്ലാണെങ്കിൽ 30 എണ്ണം പിടിക്കാം. അതിലും ചെറുതാണെങ്കിൽ എത്രയും പിടിക്കാം നിങ്ങൾക്ക്, കല്ലിന്റെ വലുപ്പം പോലെ. അപ്പോൾ സമൂസയുടെ നീളം കിട്ടും വേണം. പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ സമൂസേൻ്റെ പട്ടി റെഡിയായി. ഞാനിപ്പോൾ ആദ്യം മുറിക്കുന്നത് സ്പ്രിംഗ് റോൾ ഉള്ളതാണ്. രണ്ടാമത്തേത് ഇത് സൈഡ് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നിങ്ങൾക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം, പൊട്ടിയപ്പാക്കാം എണ്ണയിലിട്ട്. അപ്പോൾ ഇത് 4 പീസ് കിട്ടും സ്പ്രിംഗ് റോളിന്. അപ്പോൾ ഒരേപോലെ മുറിച്ചെടുത്തു. ഇപ്പം സ്പ്രിംഗ് റോളിനായി. അടുത്ത സമോസക്കാണ് മുറിക്കുന്നത്. സമൂസ പട്ടി റെഡിയായി. ഇനി ഇത് നമുക്ക് പ്ലാസ്റ്റിക് കവറിലിട്ടിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചുറ്റിയിട്ടോ ഫ്രീസറിൽ വെക്കാം. കുറച്ച് നേരം മുന്നേ എടുത്തു വെച്ചാൽ മതി ഉപയോഗിക്കുന്ന നേരം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോക്സിൽ ഇട്ട് വെക്കാം, എന്നിട്ട് ഫ്രീസറിൽ വെക്കാം. പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബോക്സിൽ വെക്കുക, ഇനെന്ത് ചെയ്യുക, അടപ്പിടുക, അതേപോലെ ഫ്രീസറിൽ വെക്കുക. ഇത് ബോക്സിലിടാൻ പറ്റില്ല, എല്ലാം വലിയ ബോക്സ് വേണം. ഇത് പ്ലാസ്റ്റിക്കിൽ ചുറ്റിയിട്ട് വെച്ചാൽ മതി. ഇത് ഞാൻ ഉപയോഗിക്കുകയാണ്.